എൻ്റെ മോനെ, സഞ്ജു സാംസനെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മളെന്താണ് ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്? ചെന്നൈ സൂപ്പർ കിങ്സ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യുന്നതോ ട്രേഡ് ചെയ്യുന്നതിനോ. അങ്ങനെ പറ്റുമ്പോൾ പറഞ്ഞാൽ അപ്പം ചാടിയെടുക്കുന്നു. സംഭവം പണി പാടിയിട്ടുണ്ട് മോനെ. CSK reject trade request for star players in exchange for Sanju Samson from RR ahead of IPL 2026 reports. ചെന്നൈക്ക് വേണ്ടാന്ന് ചെന്നൈ റിജക്റ്റ് ചെയ്തു. അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് അന്ത്യശ്വാസം നൽകി കഴിഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നെങ്കിൽ എന്നെ സ്കോഡിൽ നിന്ന് റിലീസ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്തോ. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ സൗകര്യം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CSK ഒരു ട്രേഡിന് വെച്ചതാണ്. സഞ്ജുവിനും താല്പര്യം CSK ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ട്രേഡ് എങ്ങനെയായിരുന്നു വെച്ചാൽ, സഞ്ജുവിനെ കൊടുക്കാം, പകരം നിലവിൽ CSKയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിനെയും രവീന്ദ്ര ജഡേജ ഓർ ശിവൻ ദുബെ ഇതിലേതെങ്കിലും ഒരാളെയും തരുവാണെങ്കിൽ ഞങ്ങൾ സഞ്ജുവിനെ തരാം. ആ ഒരു റിക്വസ്റ്റാണ് CSK വേണ്ടെന്ന് വെച്ചത്. ഇല്ല, ഇവരെ തന്നുകൊണ്ട് ഞങ്ങൾക്ക് സഞ്ജുവിനെ വേണ്ട. പണിപാളിയല്ലേ ഇപ്പോൾ. അപ്പോൾ ട്രേഡ് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ട്രേഡിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ KKR ആണ്. അവർക്കൊരു ക്യാപ്റ്റനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞ് നിൽക്കുന്ന സമയമാണ് അവരുടെ. പക്ഷേ ഇനി ആരെ വെച്ച് ട്രേഡ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മിക്കവാറും സഞ്ജുവിനെ റിലീസ് ചെയ്യുന്ന സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അത്രയും പൈസ വരെയുണ്ടല്ലോ, ആ പൈസയും കൊണ്ട് ഏതെങ്കിലും ഇതുപോലെ റിലീസ് ചെയ്ത് വരുന്ന താരങ്ങളെ വാങ്ങി ടീം മേക്കപ്പ് ചെയ്യാനായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത് നിൽക്കുക. അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ്? പക്ഷേ CSKയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചേ ഇല്ല. കാരണം ഇവർ സഞ്ജുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് നമ്മളിതുവരെ കേട്ടോണ്ടിരുന്നതെന്ന്. എന്താ അല്ലേ? നമ്മുടെ ഹർഭജൻ സിംഗ് ഇടഞ്ഞ് നിൽക്കുകയാണ്. അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ക്രിക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഇന്ത്യ പാകിസ്ഥാനോട് കളിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച ഒരാളാണ് ഹർഭജൻ സിംഗ്. അദ്ദേഹം പറഞ്ഞു ഇല്ല, നടക്കില്ല, കളിക്കാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞത് കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗ്രൂപ്പിലും കളിച്ചില്ല, സെമിയിലെത്തിയപ്പോൾ സെമിയിലും കളിച്ചില്ല. അങ്ങനെ ടൂർണമെൻറ്റിൽ നിങ്ങൾ പോരുമായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം പ്രസ്താവനയുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഏഷ്യ കപ്പ് തുടങ്ങുകയാണല്ലോ. ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണല്ലോ. സെപ്റ്റംബർ 14 ആ മത്സരം. ആ മത്സരം ഇന്ത്യ കളിക്കരുത് എന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത്. കായിക താരമായാലും സിനിമാ നടനായാലും രാജ്യ താല്പര്യമാണ് വലുതെന്ന് ഹർഭജൻ പറഞ്ഞു. ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതെല്ലാം എത്രയോ അപ്രധാനമാണ്. പാകിസ്ഥാനിൽ നിന്ന് ഓരോരുത്തരും വിളിച്ചു പറയുന്നതെല്ലാം ഇന്ത്യക്കാരെ അറിയിക്കേണ്ട കാര്യമില്ലെന്ന് ഹർഭജൻ മാധ്യമങ്ങളെ ഉപദേശിച്ചു. അതായത് പാകിസ്ഥാനികളായ ഓരോരുത്തർ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ക്രിക്കറ്റ് താരങ്ങളെ ഉദ്ദേശിച്ചായി പറയുന്നത് അതൊന്നും ഞങ്ങളെ അറിയിച്ച് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തണ്ട. എന്ത് വന്നാലും ഇന്ത്യ പാകിസ്ഥാനോട് കളിക്കരുത്. ക്രിക്കറ്റൊക്കെ എത്രയോ അപ്രധാനമായ കാര്യമാണ്. ആദ്യം അതിർത്തിയിലെ കാര്യങ്ങൾ ശരിയാക്കൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നമുക്ക് ആ അഭിപ്രായത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ക്രിക്കറ്റും ഈ പറയുന്ന കാര്യങ്ങളും കൂടി മിക്സ് ആക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിർത്തിയിലുള്ള കാര്യങ്ങൾ ഭരണാധികാരികൾ ശരിയാക്കട്ടെ. ക്രിക്കറ്റിൻ്റെ രീതിയിൽ നടക്കട്ടെ, അല്ലേ? അതൊരു സ്പോർട്സ് ഈവൻ്റായിട്ട് മാത്രം കാണുക. പിന്നെ കുറച്ചും കൂടി ഒരു ദേശഭക്തി നമ്മൾ കാണിക്കാനാണെങ്കിൽ കളിച്ച് തോപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു വിജയമല്ലേ, അല്ലേ? ഇപ്പം ആ രീതി കാണുവാണെങ്കിൽ നോർമലി സ്പോർട്സ് ഈവൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ടീമിനെ തോപ്പിച്ചു ആ ലെവലിൽ കണ്ടാവില്ല. അല്ല, നമ്മുടെ മുമ്പിൽ ഇവരെ കിട്ടുവാണല്ലോ, അല്ലേ? അപ്പോൾ ഇവരെ തോപ്പിക്കണം, തോപ്പിച്ച് കാണിക്കണം. എൻ്റെ തീർച്ചയായും പാകിസ്ഥാനോട് ഏഷ്യ കപ്പ് കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി വിരാട് കോഹ്ലിനെയും രോഹിത് ശർമ്മേനെയും കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല. 2027 വേൾഡ് കപ്പ് വരെ ഒന്നും നടക്കില്ല. നമ്മൾ വേറെ ആളെ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗില്ലിനെ ക്യാപ്റ്റനാക്കാം, എന്നിട്ട് ഇവർക്ക് പകരക്കാരെ നമുക്ക് എടുക്കാം എന്നുള്ള ഒരു ചർച്ചയിലാണ് സെലക്ടേഴ്സും BCCI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയ മത്സരത്തോടുകൂടി ഇവരുടെ കഥ കഴിക്കാം എന്നൊക്കെയാണ് ഏകദേശം ഒരു തീരുമാനമൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ODI ബാറ്റിംഗ് റാങ്കിങ് ലിസ്റ്റ് വന്നു. എന്തോടെ ഒന്നാം സ്ഥാനത്ത് കുറേ നാൾ കൊണ്ട് ഗില്ല് തന്നെയാണ്. ഓക്കെ, പുള്ളി അവിടെ നിൽക്കട്ടെ. രണ്ടാം സ്ഥാനത്ത് ആരെന്ന് അറിയോ? രോഹിത് ശർമ്മ. ഇപ്പം അങ്ങോട്ട് റിട്ടയർ ചെയ്ത് തീർത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന രോഹിത് ശർമ്മയാണ് ഇന്ന് ലോകത്ത് കളിക്കുന്ന ഏറ്റവും ടോപ്പ് 2ാമത്തെ ബാറ്റർ. ഇനി വിരാട് കോഹ്ലി എത്രയാണെന്ന് അറിയോ? ഇവർ രണ്ടുപേരും കൂടി നമ്മളിപ്പോൾ പുറത്താക്കാൻ വേണ്ടിയിരിക്കുന്നത് 4ാം റാങ്ക്. എന്താല്ലേ ഈ 2ാം റാങ്കുകാരെയും 4ാം റാങ്കുകാരനെയൊക്കെ എന്തിനാണോ ഒഴിവാക്കാൻ നോക്കുന്നത്? ഇവർ അറ്റ്ലീസ്റ്റ് ഒരു 15 സ്ഥാനങ്ങളിൽ നിന്നെങ്കിലും പോട്ട്, എന്നിട്ടും റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. ODIയിലും 2020ലും ഇവർ മിന്നും ഫോമിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു എതിരഭിപ്രായമില്ല. ടെസ്റ്റിൽ സ്വാഭാവികമായിട്ട് ഇവർ ഫോം ഔട്ട് ആയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്തതുകൊണ്ട് വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ടീമിൽ സംഭവിച്ചിട്ടില്ല. അത് നമ്മൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ കണ്ടു. പക്ഷേ ODIയിൽ ഇവർ നിർണായക സാന്നിധ്യം തന്നെയാണ്. 2027 വേൾഡ് കപ്പ് വരെ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ എത്തിക്കണം. ഇവരെ കൂടാതെ ഒരാളും കൂടിയും ടോപ്പ് 10 റാങ്കിങ്ങിലുണ്ട്. 8ാം സ്ഥാനത്ത് ശ്രേയസ് അയ്യർ. അതായത് ആദ്യ 10ൽ 4 ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുണ്ട്. അപ്പം ആലോചിച്ച് നോക്കി, ഇന്ത്യൻ ബാറ്റിംഗ് എന്ന് പറയുന്നത് എത്ര ഭീകരമാണ്. നിലവിൽ കളിക്കുന്ന ആക്റ്റീവായ പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ആർക്കൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലിയാണ്. ആ നമ്പേഴ്സ് ഒക്കെ കേൾക്കുമ്പോഴാണ് എത്ര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 82 സെഞ്ചുറിയാണ് അദ്ദേഹത്തിനുള്ളത്, 617 ഇന്നിങ്സിൽ നിന്ന്. 2ാം സ്ഥാനത്തുള്ളത് ജോ റൂട്ടാണ്, 57 സെഞ്ചുറി, 457 ഇന്നിങ്സിൽ നിന്ന്. എത്ര വ്യത്യാസം ആലോചിച്ച്, 25 സെഞ്ചുറിയുടെ വ്യത്യാസമുണ്ട്. ഈ ജോ റൂട്ടിൻ്റെ 57 സെഞ്ചുറിയിൽ 39 ടെസ്റ്റാണ്. ടെസ്റ്റിലാണല്ലോ പുള്ളി ഒരു
മനുഷ്യനായിട്ട് പോരാടുന്നത്. മൂന്നാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് 49 സെഞ്ചുറി 532 ഇന്നിങ്സിൽ നിന്ന്. നാലാം സ്ഥാനത്ത് സ്റ്റീവൻ സ്മിത്ത് 48 സെഞ്ചുറി 421 ഇന്നിങ്സിൽ. അഞ്ചാം സ്ഥാനത്ത് കെയ്ൻ വില്യംസൺ 48 സെഞ്ചുറി തന്നെയാണ് 440 ഇന്നിങ്സ്. അതായത് ഫാബ് 4 എന്ന് പറയുന്ന ആ ആൾക്കാർ ആദ്യത്തെ 5-ൽ ഇട്ടിരിക്കുകയാണ്. എന്താല്ലേ കറക്റ്റ് ഫാബ് 4 തന്നെ ആയിരുന്നത്. അത് കാലഘട്ടം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കളിക്കുന്നതിൽ ആക്റ്റീവായി നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സെഞ്ചുറികളുള്ള കളിക്കാർ. ഞാൻ ആദ്യം പറയില്ലേ, ഒന്നാം സ്ഥാനം അഞ്ചാം സ്ഥാനം തമ്മിലുള്ള വ്യത്യാസം നോക്ക്. വിരാട് കോഹ്ലിക്ക് 82 സെഞ്ചുറിയാണുള്ളത്. അഞ്ചാം സ്ഥാനത്തുള്ള വില്യംസിന് 48 സെഞ്ചുറി. അപ്പോൾ എത്ര അന്തരമുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരமான മനുഷ്യൻ തന്നെ ആയിരുന്നു വിരാട് കോഹ്ലി.